ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു 500 ഗ്രാം ബീഫ്, എല്ലില്ലാത്ത ബീഫ് കുക്കറിലിട്ട് വേവിച്ചാണ്. ബീഫിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, അതേപോലെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ എടുത്താണ്. മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചല്ല, കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇതാ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇതാ ഒരു 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇത് രണ്ടും ചേർത്തി കൊടുക്കുക. പിന്നെ ഇതൊന്നൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സവാള ചേർത്തി കൊടുക്കുക. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് 2 സവാളയും ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക. ഉള്ളിലേക്ക് മാത്രമുള്ള ഉപ്പ് മതി, കാരണം ബീഫ് വേവിക്കുമ്പം അതേപോലെ ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്തി കൊടുക്കാനേ. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചല്ല ബീഫ് ഇട്ട് കൊടുക്കേ. ബീഫും ഈ ഉള്ളി മസാലൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ നമ്മളെ ബീഫൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അഥവേ ബീഫിൽ വെള്ളം ഉള്ള പോലെ തോന്നുകയാണെങ്കിൽ നന്നായിട്ട് വഴറ്റിയിട്ട് ഈ വെള്ളം കളയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ആക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ കുഴഞ്ഞു കിടക്കും. ഇനിയിപ്പോൾ അതാ നമുക്കിതിലേക്ക് നമ്മളെ പൊട്ടാറ്റോ, ഞാൻ പറഞ്ഞല്ലോ പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലുപ്പമുള്ള 2 പൊട്ടാറ്റോ ആണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചാണ്. ഈ ലംസ് കട്ടകളൊന്നും പാടില്ല. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഈ ബീഫും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെള്ളമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കേ. അപ്പോൾ ഇതാ നമ്മളെ ബീഫും പൊട്ടാറ്റോയും കൂടെ ഒന്ന് യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പെപ്പർ പൗഡർ, കുരുമുളക് വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക, ഉപ്പ് നോക്കിയിട്ട് അത് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. പിന്നെ അതല്ല നല്ല ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ നമ്മളെ ബ്രെഡ് ക്രംസ് ചേർത്തി കൊടുത്താലും നന്നായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇത് തന്നെ കറക്റ്റ് പരിവാണേ. അപ്പോൾ ഇതാ മസാല ഇടുക. കട്ട്ലേറ്റിൻ്റെ മസാല റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് കുഴയ്ക്കണം. ചൂടൊന്ന് തണിഞ്ഞിട്ട് ശേഷം അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ ഒന്നുകൂടെ കുഴച്ചൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കുഴയ്ക്കും പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഒന്നുകൂടെ കയ്യിൽ എണ്ണ വേണമെങ്കിൽ തടവി കൊടുത്തിട്ട് നല്ലതായിട്ട് ബോൾസ് ആക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഷേപ്പ് നിങ്ങൾക്ക് ഏത് രൂപത്തിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് എല്ലാം ഒരേ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതാ ഒരു ബോട്ടിലിൻ്റെ അടുപ്പൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലേ ഇങ്ങനെ ചെയ്താൽ എല്ലാം ഒരുപോലെ കിട്ടും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ നോർമലി ചെയ്യും പോലെ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കപ്പിൽ അല്ലെങ്കിൽ അടുപ്പിൽ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ കേട്ടോ കയ്യിലേക്ക്, അപ്പം തന്നെ നന്നായിട്ട് വന്നോളൂ. അപ്പോൾ ഇതാ കണ്ടോ നമ്മളെ കട്ട്ലേറ്റ് ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ, ബാക്കിയുള്ളത് എന്നിട്ട് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 എണ്ണം പോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ നിന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട വേണമല്ലോ. സാധാരണ കട്ട്ലേറ്റിന് ചെയ്യും പോലെ തന്നെ 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് മുട്ടയിൽ മുക്കുന്നു, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നു, വെക്കുന്നു. ഇതേപോലെ ചെയ്യട്ടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതാ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടാൻ വെച്ചുകൊണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പോൾ ഓയിലൊന്ന് ചൂടായിക്കോട്ടെ. ആകെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ല തീയിൽ ഹൈ ഫ്ലെയിമിലും വെക്കരുത്, അതേപോലെ ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് മുകളിൽ കരിഞ്ഞു. ലോ ഫ്ലെയിമിൽ വെച്ചാൽ കട്ട്ലേറ്റ് എണ്ണ കുടിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഒരു 4 എണ്ണം ഓരോ പ്രാവശ്യമാക്കിയിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. നിറച്ചിട്ടിട്ടും പൊരിക്കരുത്. ഓക്കെ. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈ പാനിലാണല്ലോ, അതുകൊണ്ട് നമ്മൾ കട്ട്ലേറ്റ് ഇടുന്ന സമയത്ത് ഈ എണ്ണ തുളുമ്പി പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ തവിയില്ലേ നമ്മൾ കോരുന്നത്, അത് ഒന്ന് ആ എണ്ണയിലേക്ക് ആദ്യം ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തുളുമ്പി പോകില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് അങ്ങനെ പറ്റിയതാണ്, തുടക്കത്തിൽ ഇങ്ങനെ തുളുമ്പി പോയിണ്ടായി എണ്ണ. ഓക്കെ. അതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഒരു കാര്യം, ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുത്തിയിളക്കി മറിച്ചിടരുത്. കുറച്ച് സമയം ഒരു ഭാഗം ആയതിനു ശേഷം മാത്രമേ തിരിച്ചിടാവൂ കേട്ടോ. അപ്പോൾ തിരിച്ചു വിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പൊരിച്ചു കോരാം. ഓക്കെ. അപ്പം നമ്മളെ കട്ട്ലേറ്റ് ഒക്കെ റെഡിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.